ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. നാടൻ രീതിയിലുള്ള ഒരു ഐറ്റമാണ്, അതായത് വാട്ടുകപ്പയാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാനിന്ന് ഇങ്ങനെയാണ് കപ്പ ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എന്ന് എനിക്കറിയില്ല. അഥവാ ഇങ്ങനെയാണെങ്കിലൊന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. തലേന്ന് കപ്പ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കുതിരാനായിട്ട്. അത് രാവിലെ വേവിച്ചു. അതോടൊപ്പം തന്നെ തലേന്ന് തന്നെ അല്പം കടലയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതും കപ്പയും കടലയും നമുക്ക് വേറെ വേറെ കുക്കറിലൊന്ന് അടിച്ച് മാറ്റി വെക്കാം. കപ്പ നല്ലപോലെ കഴുകി എടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം കടുകിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, 5-6 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി ചെറുതാക്കിയിട്ടൊന്ന്, പിന്നെ അതിലേക്ക് അല്പം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇങ്ങനെയെല്ലാം ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം എരിവില്ലാത്ത പച്ചമുളകാണിത് 3-4 അത് ഞാൻ മുറിച്ചിട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ച കടലയാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടല വേവിച്ച് കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഈ കടലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കപ്പ ഇടുമ്പം ആ കപ്പയും കടലയും കടലയുടെ വെള്ളവും എല്ലാം കൂടെ ചേർന്ന് ഒന്ന് തിളച്ച് നല്ലോണം വരണം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 മുറി തേങ്ങയാണ് ചിരണ്ടി വെച്ചത്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ചതച്ചിട്ടൊന്നുമില്ല. ആ 1 മുറി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി ചേർത്തു. എന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച വാട്ടുകപ്പയുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഒരു 5-10 മിനിറ്റ് ഇരുന്ന് അവിടെ ഇരുന്ന് വേകട്ടെ ചെറിയ തീയിൽ. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയായിട്ടുണ്ടെന്ന്. കപ്പ ഇളക്കി നോക്കി, ഇതിൻ്റെ അകത്ത് വെള്ളമെല്ലാം പറ്റി. ഇനി ഇത് നമുക്ക് ഇടിച്ചെടുക്കണം, അതായത് കുഴച്ചെടുക്കണം. ഇടിക്കാനായിട്ട് എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു കല്ലാണ്. ഞാനൊരു കല്ലും കൊണ്ടാണ് ഇടിച്ചെടുക്കുന്നത്. ഇപ്പോൾ സ്റ്റൗവിൻ്റെ മേലെ വെച്ച് ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. സ്റ്റൗവിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് വേണം നമുക്കൊന്ന് കുഴയ്ക്കാനായിട്ട്. സ്റ്റൗവിൽ നിന്ന് താഴെ ഇറക്കി വെച്ച് ഞാൻ കുഴച്ചതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഇതേ കപ്പ കുഴച്ച് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ എന്താണ് കൂട്ടാൻ എന്നുള്ളതാവും അല്ലേ. വെണ്ടയ്ക്ക്, ഉരുളക്കിഴങ്ങും തേങ്ങ വറുത്തരച്ച് വെച്ച കറിയാണ് എനിക്കുള്ളത്. ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല, ഒരു അച്ചാറുണ്ടായാൽ മാത്രം മതി കഴിക്കാൻ. പിന്നെ ഞാൻ ഇതും കൂടെ വെച്ചു. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നിങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതോ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ.